ബ്രെഡ് വാങ്ങിക്കുമ്പോൾ ബാക്കി വന്നാൽ ഇതേപോലെ നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല മൊരിഞ്ഞ വടയുണ്ടാക്കാം. വളരെ പെട്ടെന്ന് നമുക്ക് ഇത് തയ്യാറാക്കി എടുക്കാൻ പറ്റും. വൈകിട്ട് ക്ലാസ് വിട്ട് വരുന്ന കുട്ടികൾക്കൊക്കെ വളരെ 5 മിനിറ്റിനുള്ളിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. നല്ല ക്രിസ്പിയായ നല്ല ഒരു ബ്രെഡിൻ്റെ വട എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാൻ ഒരു 5-6 കഷ്ണം ബ്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ചെറിയ പീസുകളാക്കി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ചെറിയ പീസുകളാക്കി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് കുതിർക്കാൻ വേണ്ടി വെള്ളം ഒഴിക്കരുത്. നല്ല ഫ്രഷായ തൈര് ചേർത്ത് കൊടുക്കുക. ഇത് ഒട്ടും പുളിയില്ലാത്ത തൈരാണ്. നല്ല ഫ്രഷായ തൈര് തന്നെ ചേർത്ത് കൊടുക്കുക. അധികം പുളി ഉണ്ടാവരുത്. എന്നിട്ട് എല്ലാം കൂടി ഇതേപോലെ ഒന്ന് അമർത്തി വെക്കുക, ഒന്ന് കുഴച്ച് വെക്കുക. ഇനി നന്നായിട്ട് കുതിർന്ന ആ ബ്രെഡിലേക്ക് ഒരു ചെറിയ തവി വറുത്ത റവയും ഒരു ചെറിയ തവി അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക, വറുത്ത അരിപ്പൊടി. ഇനി ഒരു സവാള, 2 പച്ചമുളക്, ഒരു കുഞ്ഞ് കഷ്ണം ഇഞ്ചി എല്ലാം പൊടിയായി അരിഞ്ഞ് അതും കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കുറച്ച് മല്ലിയിലയും ഒരു 1/2 ടേബിൾ സ്പൂൺ ഉപ്പും കൂടി ചേർത്ത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് കുഴച്ച് വെക്കുക. കുഴച്ച് ഇതേപോലെ ഉരുളകളാക്കി വെക്കാൻ പറ്റിയ വിധത്തിൽ എടുക്കുക. എന്നിട്ട് നമുക്ക് ഇനി പാൻ ചൂടാക്കി അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് നന്നായിട്ട് ചൂടാകുമ്പോൾ കൈ ഒന്ന് വെള്ളത്തിൽ നനച്ചതിന് ശേഷം ചെറിയ ഉരുളകളാക്കി എടുക്കുക. എന്നിട്ട് ഇതേപോലെയാണ് നമ്മുടെ തള്ളവിരൽ കൊണ്ട് ഒന്ന് അമർത്തി കൊടുക്കുക. അപ്പോൾ നമുക്ക് വടയുണ്ടാക്കാം. നന്നായിട്ട് ചൂടായ എണ്ണയിലേക്ക് നമുക്ക് ഓരോന്ന് ഇത് ഇട്ട് കൊടുക്കാം. പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഇതിട്ടെടുത്തതിന് ശേഷം സ്റ്റൗവ് മീഡിയം ഫ്ലെയിമിലിടുക. എന്നിട്ട് അപ്പുറം ഇപ്പുറമൊക്കെ ഒന്ന് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് മൊരിയിച്ചെടുക്കുക. ബ്രെഡായതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇത് മൊരിഞ്ഞ് കിട്ടും. സ്റ്റൗവിൻ്റെ തീ എപ്പോഴും ഒന്ന് കൂട്ടിയും കുറച്ചൊക്കെ വെക്കുക. അപ്പോഴേ നന്നായിട്ടിത് മൊരിഞ്ഞ് കിട്ടുള്ളൂ. അപ്പോൾ ഇത് മൊരിഞ്ഞ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കൊന്ന് എടുക്കാം. ഇത്രേ ഉള്ളൂ. പെട്ടെന്ന് തന്നെ നമുക്ക് ഇത് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഏത് വീട്ടിലാണെങ്കിലും നമ്മൾ ബ്രെഡൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ എന്തായാലും ഒരു 3-4 കഷ്ണം എപ്പോഴും ബാക്കി വരും. അപ്പോൾ അതിലേക്ക് നമുക്ക് ഒരു സ്പൂൺ റവയും അരിപ്പൊടിയൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ നമുക്ക് തയ്യാറാക്കി എടുക്കാനേ ഉള്ളൂ. അപ്പോൾ കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടമാവുകയും ചെയ്യും. അപ്പോൾ വെറൈറ്റി ആയ ഒരു വട നമ്മൾ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാനായിട്ട് സാധിക്കും. ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ്, നല്ല ക്രിസ്പിയാണ്. അപ്പോൾ ഒത്തിരി ചമ്മന്തിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അത് മുക്കി കുട്ടികൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് വളരെയധികം ഇഷ്ടപ്പെടും. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഹൈപ്പ് കൂടി ചെയ്യുക. ഇതേപോലെ നല്ല അടിപൊളി ക്രിസ്പിയായ വട ഉണ്ടാക്കി കഴിക്കുക. അപ്പോൾ നമുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം. നല്ല മൊരിഞ്ഞ വടയാണ്. നമുക്കൊന്ന് ഒരു തേങ്ങാ ചമ്മന്തി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അതിൽ മുക്കി ഇതേപോലെ കഴിച്ച് വെക്കുക. സൂപ്പറാണ്, അടിപൊളിയാണ്. പെട്ടെന്ന് തന്നെ നമ്മൾ തയ്യാറാക്കി എടുത്തില്ലേ. ഇതേപോലെ എല്ലാവരും ഒന്ന് റെഡിയാക്കി നോക്കുക. അടുത്ത ഈസി റെസിപ്പിയുമായി നാളെ കാണാം.